ഹായ് ഹാപ്പി മകരസംക്രാന്തി. നമ്മൾ ഇന്നലെ ഫാമിലി ടെറസുമിൽ ഫുഡും എല്ലാം ഉണ്ടാവും. ടെറസുമിൽ നിന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈറ്റ് ഫ്ലൈ ചെയ്യും. അതിൽ ജയ്പൂരിൽ നിന്നാണ് ശരിക്കും ഞാൻ അതിൻ്റെ ഈ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ അത്രയും ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത്. പിന്നെ ഇതിനൊരു ഡേഞ്ചറസും കൂടിയുണ്ട്. ഈ കൈറ്റ് ഫെസ്റ്റിവലുകൾ മരങ്ങളായതുകൊണ്ട് പറത്താൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് ഇച്ചൂളി കുന്നിൻ്റെ മുകളിൽ ക്രിക്കറ്റിലും കളിക്കുന്ന ഒരു സ്റ്റേഡിയം പോലത്തെ നമ്മളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൈറ്റ് എടുത്തു, ടെറസുമിലെത്തി. നമുക്ക് ടെറസുമിൽ മുകളിൽ പോവാം. അതായിരിക്കും ബെറ്റർ. ഇത് പറക്കോ കിച്ചോ? പറക്കുന്നുണ്ട്. ഹായ് ഹാപ്പി മകരസംക്രാന്തി. നമ്മൾ ഇന്നലെ കിച്ചു എവിടുന്നാണ് കൈറ്റ് മേടിച്ചേ? ഷോപ്പിൽ പോയിട്ട് മേടിച്ചാ? അങ്ങനെ പിള്ളേർ ഇന്നലെ പോയിട്ട് 2 കൈറ്റെല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് സംക്രാന്തി എന്ന് പറഞ്ഞാൽ ശരിക്ക് കൈറ്റിൻ്റെ ഫെസ്റ്റിവലാണ് നോർത്തിൽ. അപ്പം ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട് ഇന്ന്. ശരിക്കും 3-4 ഫെസ്റ്റിവൽ, ഒരു 3-4 ഉണ്ടെന്ന് തോന്നുന്നു. 3 ഓക്കെ, ഒരു 2-3-4 ഫെസ്റ്റിവൽ ഉണ്ട്. നോർത്തിൽ ഞാൻ ജയ്പൂരിലുള്ള സമയത്ത് ഈ കൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം ഇത്ര ഗംഭീരമാണെന്ന് അവിടെ പോയാൽ മനസ്സിലാക്കിയത്. ഈ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഇന്ന് മകരസംക്രാന്തി നിന്ന് ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫുള്ള് ഫുഡും പ്രിപ്പറേഷനെല്ലാം ആയിട്ട് ടെറസുമിലായിരിക്കും ഇന്നത്തെ ഓൾ ഡേ. നോർത്തിൽ അവർ ടെറസുമിലാണ് ഓൾ ഡേ സെലിബ്രേറ്റ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് കൈറ്റ്. അപ്പം നമ്മൾ പണ്ട് നാട്ടിലിങ്ങനെ കൈറ്റ് പറത്തുന്നില്ലേ, ആ പറത്തലൊന്നുമല്ല അവിടെ. അവർ ഇത് ഒരുപാട് വർഷങ്ങളെ ഫെസ്റ്റിവലും കുട്ടികളൊക്കെ ചെറുതിലേ വളർന്ന് ഇവരൊക്കെ വലിയ ആളൊക്കെ ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും കൈറ്റിനെ ഫ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ അന്നത്തെ ഡേ ഓൾ ഫാമിലി ടെറസുമിൽ ഫുഡും എല്ലാം ഉണ്ടാവും. ടെറസുമിൽ നിന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈറ്റ് ഫ്ലൈ ചെയ്യും. അതിൽ വേറൊന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈറ്റ് വെറുതെ ഫ്ലൈ ചെയ്യൽ മാത്രമല്ല, നമ്മളെ നൈബേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ ടെറസുമിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈറ്റേ ഉണ്ടാവുള്ളൂ മുകളിൽ. അപ്പോൾ കൈറ്റിനെ ഇവർ കട്ട് ചെയ്യിക്കണം ഓരോന്ന്, അപ്പുറം അപ്പുറത്തെ ഷേക്കെയും ഫ്ലൈറ്റാന്നല്ല വരുന്നത്. അപ്പുറത്തെ കൈറ്റ് ഇങ്ങോട്ട് വരും, നമ്മളതിനെ കട്ട് ചെയ്യുക. അപ്പോൾ അതാണ് മത്സരം ശരിക്ക്. ആ കട്ട് ചെയ്യൽ, ഓരോ ആളെ കട്ട് ചെയ്യുക, ആ കൈറ്റ് പോകുന്നു, അടുത്ത കൈറ്റ് എടുക്കുന്നു, നമ്മളെ അമ്പ് ചെയ്യുന്ന പോലെ ഓരോ കൈറ്റ് എടുക്കും, മുകളിലേക്ക് വിടും, അത് അപ്പുറത്തോ കട്ട് ചെയ്യും, പിന്നെ ഇപ്പുറത്തോ അപ്പുറം കട്ട് ചെയ്യും. ഒരു ഭയങ്കര മത്സരമാണ്, ഭയങ്കര ഹരമുള്ള മത്സരമാണ് ശരിക്ക്. അപ്പോൾ അത് ജയ്പൂരിൽ നിന്നാണ് ശരിക്ക് ഞാൻ അതിൻ്റെ ഈ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ അത്രയും ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത്. പിന്നെ ഇതിനൊരു ഡേഞ്ചറസും കൂടിയുണ്ട്. ഈ കൈറ്റ് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാകുമ്പം ഇവർ ഈ കൈറ്റ് ഫെസ്റ്റിവലിന് ഞാൻ പറയില്ലേ കട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, ഇതിപ്പോൾ നോർമൽ റോപ്പാണ്. ഇത് ശരിക്കും സാധാരണ നൂലാണ്. കുറച്ച് ഉറപ്പുണ്ടാവും. പിന്നെ ഇവർ ഇനീഷ്യൽ വരുന്ന ഒരു ഏകദേശം ഒരു കുറച്ച് മീറ്റേഴ്സ് വന്നിട്ട് അവർ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ നൂല് കിട്ടാനുണ്ട്. നമ്മളെ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ബ്ലഡ് വരും, കട്ടാവും. അങ്ങനത്തെ സാധനങ്ങളാണ് ഇവർ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ആ ഏരിയ വെച്ചിട്ടാണ് മറ്റേന ഫൈറ്റ് ചെയ്യുമ്പോൾ 2 നൂലും വെച്ചിട്ട് ഒരു വലിക്കുമ്പോഴാണ് അടുത്ത കൈറ്റ് കട്ടാവുന്നത്. അപ്പോൾ ആ നൂല് ഈ മത്സരങ്ങൾ ഇന്ന് കഴിയുമല്ലോ, നമ്മളത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ കൈറ്റൊക്കെ പല മരത്തിൻ്റെ മുകളിലുണ്ടാവും തൂങ്ങിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ നൂലുകളൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ബൈക്കിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഇത് കഴുത്തിനൊക്കെ കുടുങ്ങിയിട്ട് ഭയങ്കര അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം കുറേ അവർ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മകരസംക്രാന്തി. നമ്മൾ ഇന്ന് കൈറ്റ് ഫെസ്റ്റിവൽ അല്ലേ, നമുക്കിന്ന് നമ്മൾ പട്ട ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് നൂലൊക്കെ കെട്ടി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് ട്രൈ ചെയ്താലേ നമുക്ക് ഫ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഫ്ലൈ ചെയ്യുമോ അറിയില്ല, നമ്മളിതിൽ മാസ്റ്റർ അല്ലല്ലോ. പണ്ട് ചെറുതിൽ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ രാമപുരത്ത് ഉണ്ടാകുമ്പം, അച്ഛൻ്റെ തറവാട്ടിലുണ്ടാകുമ്പം നമ്മൾ മണിക്കുട്ടൻ, ദിലീപ്, വിജേഷ്, ഞാൻ, നമ്മൾ 4 ആൾക്കാർ നമ്മളെ കൂട്ടുകാരാണ്. അപ്പോൾ നമ്മൾ അന്നേരം നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തൊന്നും കൈറ്റ് ഫ്ലൈ ചെയ്യിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ മൊത്തം മരങ്ങളാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയാൽ നമ്മൾക്ക് ഒരുപാട് മരങ്ങളൊന്നും ഇല്ല. ഇന്ന് മരങ്ങളെല്ലാം പോയി. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരുപാട് മരങ്ങളായതുകൊണ്ട് പറത്താൻ പറ്റാത്തതുകൊണ്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് ഇച്ചൂളി കുന്നിൻ്റെ മുകളിൽ ക്രിക്കറ്റിലും കളിക്കുന്ന ഒരു സ്റ്റേഡിയം പോലത്തെ നമ്മളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ടാണ് പറത്തുക. പക്ഷേ ഇന്നേ വരെ നമ്മൾ ഉണ്ടാക്കിയ ഒരു കൈറ്റും പറന്നിട്ടില്ല. അതാണൊരു ദുഃഖകരമായ ഒരു ഇത്. നമ്മൾക്കത് ആക്കാൻ അതിൻ്റെ ഒരു അറിയില്ല. അതാണ് തെർമോഡൈനാമിക്സ് ഒന്നും അറിയാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഇന്നും അറിയൊന്നുമില്ല.
ഇന്നും ഈ സംഭവം ഏകദേശം ഒരു നേക്ക് വെച്ച് ട്രൈ ചെയ്യണം. ഇവന്മാർ ഉണ്ടാക്കി തരികയാണല്ലോ. അന്ന് നമ്മൾ ന്യൂസ് പേപ്പറും ഇല്ലാത്ത പേപ്പറൊക്കെ പിന്നെ വെച്ചിട്ട് നമ്മൾ പേപ്പേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിൽ ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുക, ഇത് നമ്മൾ വിചാരം ഇതുമാക്കി ഇതിനൊരു നല്ല വാല്, ഇതിനൊരു വില്ല വാല്, ഇതിനൊരു അതിലും വില്ല വാല്. അവസാനം ഈ മൊത്തം ഈ പേപ്പർ പിടിച്ചാൽ തന്നെ ഒരു 1/2 കിലോ ഉണ്ടാവും. ഈ 1/2 കിലോന്റെ സാധനം പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാ പിന്നെ ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ മുകളിൽ പോയി ട്രൈ ചെയ്യുക. അത്ര മണ്ടന്മാരായിരുന്നു, എന്ത് ചെയ്യാനാ. പക്ഷേ കുട്ടിക്കാലം. അപ്പൊ ഇപ്പൊ ഇത് റെഡിമെയ്ഡ് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് ഫ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കാം അല്ലേ. നമുക്ക് ട്രൈ ചെയ്യണ്ടേ. ഇന്നലെ വരെ നല്ല കാറ്റായിരുന്നു പുറത്ത്, ഇന്ന് കാറ്റ് വളരെ കുറവാണ്. അതാണ് വേറൊരു സത്യം. ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കൈറ്റ് എടുത്തു, ടെറസിമിലെത്തി. നമുക്ക് ടെറസിമില് മുകളിൽ പോവാം. അതായിരിക്കും ബെറ്റർ. ഇത് പറക്കോ കിച്ചോ? പറക്കുന്നുണ്ട്. ഉയ്യോ പറക്കുന്നുണ്ട്. നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ പോവാം. സ്ലോലി. നീ എന്താ ചെരുപ്പിട്ടില്ല? മങ്കി. ഇവിടുന്ന് താഴേക്ക് ഏത് ഭാഗത്താ കാറ്റ് നോക്കേ. ആരും ഇല്ലല്ലോ ഇന്ന്. കൈറ്റൊന്നും കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും കൈറ്റ് കാണുന്നുണ്ടാ? അതെ, ഇന്നല്ലേ കൈറ്റ് ഫെസ്റ്റിവല്. ഏതാ ഭാഗത്താന്ന് വരണം നോക്കണം ഇതിൻ്റെ കാറ്റ്. അയ്യോ ഇതാ പ്രശ്നമില്ലേ, അടിച്ച് പൊട്ടിത്തെറിക്കുമോ. ഒരു മിനിറ്റ് ദേവു, ഇറ്റ്സ് എ ഡേഞ്ചറസ് ഹിയർ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണേ. അങ്ങനെ ദേവും ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധാരണ പോലെ ആസ് യൂഷ്വൽ നമ്മളെ കൈറ്റ് ഫ്ലൈ ഫെയിലായിരിക്കുകയാണ്. നമുക്കേ ദേവു യൂട്യൂബ് നോക്കിയിട്ട് ഒന്നും കൂടി അതിൻ്റെ ആ അയലിൽ ഉണക്കാനിട്ട പോലെ ആയിപ്പോയല്ലോ. പക്ഷെ ഇപ്പം നട്ടുച്ചയായതുകൊണ്ടാണ് ആരും ഇല്ല ടെറസിമിലൊന്നും. നമുക്ക് വൈകുന്നേരം ഒന്നും കൂടി ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്നും കൂടി ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വിടൂല. കൈറ്റ് നമ്മളെ കൊണ്ട് വറുത്തൽ അത്ര ഈസി അല്ല. ഒന്നാമത് അതിൻ്റെ കറക്റ്റ് ടൈ ചെയ്യണമല്ലോ, അതൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു നാക്കുണ്ട് ഇതിന്, കാറ്റും കുറച്ച് കുറവാണ്. അതുകൊണ്ട് വിൽ ട്രൈ ലേറ്റർ. ഓക്കെ, വാ കിച്ചു ഗോ.